ഒരു കാലത്ത് ആര് സഹായം ചോദിച്ചാലും ഓടിയെത്തിയിരുന്ന ഒരാളാണ് കുമ്പളം കളരിക്കൽ മഠം ബാലകൃഷ്ണൻ എമ്പ്രാന്തിരി. തനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ 3 മാസമായി ബ്രെയിൻ ട്യൂമറും ശ്വാസകോശത്തിൽ ക്യാൻസറും ബാധിച്ച് ചികിത്സയിലാണ് ബാലകൃഷ്ണൻ. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണം. അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 18 വർഷത്തിലധികമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് സാധാരണക്കാർക്കായി മാറ്റിവെച്ചു ബാലകൃഷ്ണൻ. വീട് വരെ പണയപ്പെടുത്തി സഞ്ജീവനി പൂജാമഠം ട്രസ്റ്റ് രൂപീകരിച്ചു. 2014 ഓഗസ്റ്റിൽ 3 പെൺകുട്ടികളുടെ വിവാഹം നടത്തി സമൂഹ വിവാഹം പദ്ധതി ആരംഭിച്ചു. കോവിഡ് കാലത്ത് രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. വിവിധയിടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. പ്രളയകാലത്ത് 1000-ലധികം വീടുകളിൽ സഹായമെത്തിച്ചു. ശാസ്താഞ്ജനേയ മന്ദിരത്തിലെ പ്രതിമാസ പൗർണമി പൂജയോടൊപ്പം ചികിത്സാ സഹായം, അമ്മയ്ക്കൊപ്പം എന്ന പേരിൽ വിധവകൾക്ക് പെൻഷൻ എന്നിവയും നൽകി. രോഗാവസ്ഥയിലും ഇത് തുടർന്നു. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ രോഗത്താൽ ബുദ്ധിമുട്ടുകയാണിവർ. 21 ദിവസം കൂടുമ്പോൾ, മിനിമം 21 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ഇമ്മ്യൂണോതെറാപ്പി നടത്തി പോകണം. പക്ഷേ അത് ചെയ്യാമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീടാണ് ഡോക്ടർ പറയുന്നത് അത് ഒരെണ്ണം ചെയ്യണമെങ്കിൽ അതിൻ്റെ മെഡിസിൻ ചെലവ് നമുക്ക് 1.25 ലക്ഷം രൂപയാണ്. 21 ദിവസം കൂടുമ്പോഴും ഈ 1.25 ലക്ഷം രൂപ ഉണ്ടാക്കാന്നാണ്, ഒരു സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാന്നാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല. ഇമ്മ്യൂണോതെറാപ്പിയാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ 21 ദിവസം കൂടുമ്പോഴും ഇത് ചെയ്യണം. ഒരു തവണ ചെയ്യുന്നതിന് 1.25 ലക്ഷം രൂപയാണ് ചിലവ്. മകളുടെ വരുമാനം മാത്രമാണ് ആകെയുള്ള ആശ്രയം. തുടർ ചികിത്സയ്ക്ക് സന്മനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 24 കൊച്ചി.